ഒരു സംശയമില്ല ബൈജു, നമ്മളെ കൂടുതൽ ഭയപ്പെടുത്തുന്ന ചില വസ്തുതകളുണ്ട്. ഒന്ന് ആലോചിക്കണം. ഒരു പരിഷ്കൃത സമൂഹത്തിലാണ് ഇത് സംഭവിക്കുന്നത്. അതായത് വിദ്യാസമ്പന്നരായ സാക്ഷര കേരളം, സുന്ദര കേരളം എന്ന് പറയുന്ന ഈ നാടിനെ ലജ്ജിപ്പിക്കും വിധമാണ് SFIയുടെ ക്രൂരമായ റാങ്കിങ്ങിന് ഒരു യുവാവ് പ്രബുദ്ധ കേരളത്തിന്റെ മനസാക്ഷിയെ പിടിച്ചു കുലുക്കുന്ന രൂപത്തിൽ വിധേയനായിരിക്കുന്നത്. സിദ്ധാർത്ഥന് സംഭവിച്ച ഈ ദുരന്തം ഇനി മറ്റൊരു വിദ്യാർത്ഥിക്കും ഒരു വിദ്യാർത്ഥിനിക്കും സംഭവിക്കാതിരിക്കാൻ നമ്മൾ ഈ വിഷയം വീണ്ടും വീണ്ടും സംസാരിച്ചേ പറ്റൂ. കാരണം ഏകകക്ഷി ആധിപത്യമുള്ള ഇത്തരം കലാലയങ്ങളിലെ ഇടിമുറികളും ഹോസ്റ്റലിലെ വിചാരണ കോടതികളും ഇല്ലായ്മ ചെയ്യാൻ ഉരുക്കു മുഷ്ടിയും കായിക ബലവും ഉപയോഗിച്ച ഒരു പാർട്ടിക്കാര് തന്നെ കൊലയാളികളും ക്രൂരന്മാരും പീഡകന്മാരുമായി മാറുമ്പോൾ ആ യുവാവിനെ കൊന്നിട്ടും വെറുതെ വിടുന്നില്ല. കാരണം അവർക്കറിയാം ഈ ഭരണത്തിന്റെ തണലിൽ SFI, നമ്മുടെ ഗവർണറുടെ ഭാഷ, അദ്ദേഹത്തിന്റെ വാക്ക് കടമെടുത്താൽ ബ്ലഡി ക്രിമിനലുകൾ രക്ഷപ്പെടാതിരിക്കാൻ നമ്മുടെ രക്ഷിതാക്കൾ, നമ്മുടെ വിദ്യാർത്ഥികൾ നല്ല രൂപത്തിൽ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ഇനിയും ഉണ്ടാകും ഇത്. ഇനിയും നമ്മൾ ഓർമ്മിക്കേണ്ടത്, നമ്മളെ ഭയപ്പെടുത്തേണ്ടത് ഈ SFIക്കാരുടെ ക്രൂരമായ ഈ മർദ്ദനങ്ങളിലൂടെ കടന്നുപോയ സിദ്ധാർത്ഥ് വേദനയായി നിലനിൽക്കുന്നു. ആ പയ്യനെ ഇത്രയും ക്രൂരതകളിലൂടെ വലിച്ചിഴയ്ക്കുന്നത് ഒരു പെൺകുട്ടി കാരണമാണ്, ഒരു തട്ടമിട്ട പെൺകുട്ടി കാരണമാണ്. ഈ പെൺകുട്ടിയുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഈ പയ്യനെ പൂർണ്ണ നഗ്നനായി ഇത്രയധികം മാരകമായി ഉപദ്രവിക്കുന്നതും നട്ടെല്ല് ചവിട്ടി ഒടിക്കുന്നതും അടിവയറ്റിന് ചവിട്ടി മാരകമായി പരിക്കേൽപ്പിക്കുന്നതും ഒക്കെ. ആലോചിക്കണം. ആ പയ്യൻ സിദ്ധാർത്ഥ് ഇവരുടെ ക്രൂരതയ്ക്ക് ഇരയാകുമ്പോൾ ആ പെൺകുട്ടിയും ഈ കാഴ്ചക്കാരിൽ ഒരാളാണ്. അവളുടെ കൂടെ മുന്നിൽ കിടന്നിട്ടാണ് ഒരിറ്റു വെള്ളത്തിന് വേണ്ടി അവൻ യാചിക്കുന്നത്. 150 സഹപാഠികളോട് ഒരിറ്റു വെള്ളത്തിനു വേണ്ടിയും തനിക്കൊരു തണലിനു വേണ്ടി, തനിക്ക് ഈ കിട്ടുന്ന അടികൾക്ക് എന്തെങ്കിലും ഒരു തരത്തിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു രക്ഷ കിട്ടുമോ എന്നറിയാൻ ആ യാചിക്കുന്ന ആ പയ്യന്റെ മനസ്സുണ്ടല്ലോ, ആ സമയത്ത് അവന്റെ മനസ്സിലൂടെ കടന്നുപോയ വികാര വിചാരങ്ങൾ ഉണ്ടല്ലോ, ഏതൊരു മനുഷ്യനും ചിന്തിക്കാൻ സാധിക്കും. കാരണം ഈ മാരകമായി ബെൽറ്റും മറ്റായുധങ്ങളും ഒക്കെ ഉപയോഗിച്ച് ഈ പയ്യനെ ക്രൂരമായി മർദ്ദിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് തനിക്കൊരു രക്ഷ വരുമോ എന്ന് ഈ പെൺകുട്ടിയുടെ കൂടെ മുന്നിലിട്ടിട്ടാണ് അവനെ ക്രൂരമായി മർദ്ദിക്കുന്നതും അവന്റെ ചേതനയറ്റ ശരീരം വലിച്ചിഴച്ചു കൊണ്ടുപോയി കെട്ടിത്തൂക്കുന്നതും. ഇനിയും ഭയക്കണം. എന്നിട്ടും ഈ പെൺകുട്ടി കൊലയാളികളായ ഈ SFI കാപാലികരെ രക്ഷിക്കാൻ വ്യാജമായ ഒരു പീഡന പരാതിയുണ്ടാക്കി ആ പയ്യന്റെ മേലിൽ ചാർത്തി കൊടുക്കുന്നു എന്നുകൂടി വന്നാൽ ക്രൂരതയ്ക്ക് സമാപ്തി വന്നില്ലേ? ഇതിനൊരു പരിസമാപ്തി വന്നില്ലേ? ഇത്രയും ക്രൂരത കാണിച്ച ഈ കൊലയാളികൾക്കു വേണ്ടി ഇത്രയും വൃത്തികേട് ചെയ്തു കൊടുക്കാൻ മനസ്സുള്ള SFIക്കാർ പറഞ്ഞ എന്തെല്ലാം കാര്യങ്ങൾക്ക് ഈ പെൺകുട്ടി വിധേയപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ചിന്തിക്കണം. എനിക്ക് പറയാനുള്ളത്, മോളെ, നീ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ശരി, നിനക്ക് മനസാക്ഷി കുത്തില്ലാതെ ജീവിക്കാൻ സാധിക്കുന്നെങ്കിൽ നീ SFI കലാലയത്തിലെ ഏറ്റവും വലിയ ഒരാള് തന്നെയാണ്. കാരണം ഇത്രയൊക്കെ ചെയ്തിട്ടും മനസാക്ഷി കുത്തില്ലാതെ നിനക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുന്നെങ്കിൽ നിന്നിലെ മനസാക്ഷിയെ കുറിച്ച് നമുക്കൊന്നും സംസാരിക്കാനില്ല. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് ഏത് കാലത്തും അഭിമാനിക്കാം. കാരണം ലോകത്തിന് നല്ല ഒരു വിത്തിനെ വിഭാവനം ചെയ്തില്ലേ? ആ പയ്യന്റെ മാതാപിതാക്കൾക്ക് മുമ്പിൽ തല കുനിച്ചിട്ടോ മറ്റെന്തു കുനിച്ചിട്ടോ ഒരു കാര്യവുമില്ല. മരിച്ചതോ മരിച്ചു, ശരി, അതിന്റെ ഒരു ഭാഗവാക്കായി ഞാനും മാറി. ഒരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ട്, എല്ലാ മനുഷ്യന്റെയും ഉള്ളിൽ ഉണ്ടാകും. എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും അയ്യോ അത് വേണ്ടിയിരുന്നില്ല അല്ലെ,
നമ്മൾ തന്നെ നമ്മളെ ഒരു വിചാരണ കോടതിയിൽ പ്രതിയാക്കപ്പെടുന്ന ഒരു സന്ദർഭം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകും. അങ്ങനെയെങ്കിലും ഒരു കുറ്റബോധം ആ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നെങ്കിൽ മരിച്ച പയ്യനെ ഇത്തരം ഒരു അപവാദത്തിൽ നിന്നെങ്കിലും ഈ പെൺകുട്ടിക്ക് രക്ഷപ്പെടുത്താമായിരുന്നു. 150ഓളം വരുന്ന 130ഉം 150ഉം പറയുന്നുണ്ട്. ഈ രണ്ട് രീതിയിലുള്ള ആ പെൺകുട്ടികളെ അതല്ലെങ്കിൽ പെൺകുട്ടികൾ അടക്കമുള്ള അത്രയും ആളുകളുടെ ഒരു അതുകൂടി നമ്മൾ ഇവിടെ ഒന്ന് പറയേണ്ടതുണ്ട്. കാരണം ഈ സിദ്ധാർത്ഥനെ പരസ്യ വിചാരണ ചെയ്യുന്നതിന് വേണ്ടി ഈ ഹോസ്റ്റലിലുള്ള സകല കുട്ടികളോടും ഈ വിചാരണ നടക്കുന്ന സ്ഥലത്തേക്ക് നിർബന്ധമായും വരാൻ പറഞ്ഞു. വരാൻ മടിച്ചിട്ടുള്ള കുട്ടികളെ നിർബന്ധപൂർവ്വം അവരെ മർദ്ദിച്ചുകൊണ്ട് രംഗത്ത് കൊണ്ടുവന്നു. എന്നിട്ട് ഒന്ന് ആലോചിച്ച് നോക്കണം, ഇനി നിങ്ങൾ എത്രത്തോളം ഭയപ്പെടുന്നുണ്ടെങ്കിൽ പോലും SFI എന്ന് പറയുന്ന ഈ കൊടും ക്രിമിനലുകളെ, ഗവർണർ പറഞ്ഞ പോലെ ബ്ലഡി ക്രിമിനലുകളെ നിങ്ങൾ എത്രത്തോളം ഭയക്കുന്നുണ്ടെങ്കിലും നാളത്തെ ഈ നാട് നോക്കേണ്ട അതല്ലെങ്കിൽ ഈ നാടിന്റെ ഭാവി വാഗ്ദാനങ്ങളാണ് നിങ്ങൾ. മാത്രമല്ല മൃഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു സർവകലാശാല കൂടിയെന്ന് നമ്മൾ ആലോചിക്കണം. വെറ്ററിനറി എന്ന് പറയുന്ന ഇവരൊക്കെ ഭാവിയിൽ ഈ മൃഗാശുപത്രിയിലായിക്കോട്ടെ അതല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള ഈ പറയുന്ന മൃഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഈ ഡിപ്പാർട്ട്മെന്റുകൾ വന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ. കാരണം മൃഗങ്ങളെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ ഇത്തരത്തിൽ ഒരു ചെറുപ്പക്കാരനെ തങ്ങളുടെ കൂട്ടത്തിലുള്ള ഈ പെൺകുട്ടിയുടെ വാട്സപ്പ് ചാറ്റ് അത് സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ പോലും അതിൽ പറയുന്നുണ്ട് 12-ാം തീയതി ഈ സിദ്ധാർത്ഥ് എന്റെ ശരീരത്തിൽ എന്റെ പെർമിഷൻ ഇല്ലാതെ സ്നേഹത്തോടെ തന്നെയായിരുന്നു അവരുള്ള ആ കുട്ടിയുടെ സംഭാഷണം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനാവുക. കാരണം അങ്ങനെ സ്പർശിച്ചു എന്ന് ആ കുട്ടി പറയുന്നതായിട്ടുള്ള ഈ വാട്സപ്പ് ചാറ്റ് പുറത്തു വന്നത് സത്യത്തിൽ എങ്ങനെയാണ് വന്നിട്ടുണ്ടാവുക എന്ന് ചിന്തിക്കുമ്പോൾ ഇന്ന് നമുക്ക് കൂട്ടി വായിക്കുമ്പോൾ അറിയാൻ പറ്റും. അതും സഖാക്കന്മാരുടെ ഒരു പുറത്താക്കൽ തന്നെയായിരിക്കാം. എന്നിട്ട് പോലും അതിൽ പോലും കൊടുത്തിട്ടുണ്ട് ഈ പെൺകുട്ടി പറയുന്നത് സിദ്ധൻ എന്നൊക്കെയാണ് പറയുന്നത്. എത്രത്തോളം ആയിരിക്കും അപ്പോഴും ഈ സിദ്ധാർത്ഥനെ ഇത് യാഥാർത്ഥ്യമാണെങ്കിൽ പോലും ആ പെൺകുട്ടി ഇഷ്ടപ്പെടുന്നുണ്ടാവുക എന്ന് കൂടി ചിന്തിക്കേണ്ടതുണ്ട്. പിന്നെ ഏതിന്റെയൊക്കെ രീതിയിലാണെങ്കിൽ പോലും ഈ സിദ്ധാർത്ഥനെ ഇത്ര കണ്ട് നഗ്നനാക്കിക്കൊണ്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തുന്ന ഈ ദൃശ്യങ്ങൾ കണ്ട ഈ 130 വാഴകളൊന്നും പറയാൻ പറ്റില്ല. കാരണം വാഴകൾ നമ്മൾക്ക് വാഴക്കുലയെങ്കിലും തരുന്നുണ്ട്, വാഴക്കായെങ്കിലും തരുന്നുണ്ട്, പഴുത്താൽ പഴമായിട്ട് നമ്മൾക്കത് തിന്നാൻ പറ്റുന്നുണ്ട്. അത് മനുഷ്യന്റെ ഭക്ഷണം മാറ്റുന്നുണ്ട്, ഭക്ഷണ വിശപ്പ് മാറ്റുന്ന ഒരു സാധനത്തിന്. അതുകൊണ്ട് അതുപോലും പറയാൻ പറ്റാത്ത മൃഗങ്ങളൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം മൃഗങ്ങൾ ഒരിക്കലും ഇത്ര ക്രൂരത കാണിക്കില്ല. അവരോട് അങ്ങോട്ട് ചെയ്യാതെ ഒരിക്കലും ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് പല സ്ഥലങ്ങളിലും. ഇപ്പോൾ പുലിയായാലും പന്നിയായാലും ആനയായാലും മനുഷ്യരെ ഉപദ്രവിച്ചു എന്നുള്ളത് എന്തുകൊണ്ടാണ് പഴയ കാലങ്ങളിൽ ഇത് വല്ലാതെ കേട്ടിരുന്നില്ല? ഇന്ന് ഇത്രത്തോളം അധികം നാടുകളിലേക്ക് ഈ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് എന്താണെന്ന് ആരും ചിന്തിക്കുന്നില്ല. കാരണം കാടായ കാടൊക്കെ വെട്ടിത്തെളിച്ചും അതല്ലെങ്കിൽ കാടായ കാട്ടിലേക്കൊക്കെ മനുഷ്യൻ കയറി തുടങ്ങിയത് കൊണ്ട് തന്നെയാണ് അവർക്ക് ഒരിറ്റ് വെള്ളം പോലും ഇല്ലാത്തത് കൊണ്ട് ഇനി കാടിലേക്ക് കയറേണ്ട ആവശ്യമില്ല. ഈ നാടായ നാട്ടിലൊക്കെ ചെയ്യുന്ന ഈ പ്രകൃതി ചൂഷണം കൊണ്ട് തന്നെ കാടുകളിൽ അവർക്ക് ഭക്ഷണമില്ല, വെള്ളമില്ല. അതിന്റെ ആ ഒരു ഭയാനകമായ വേർഷനിലേക്ക് കടക്കുമ്പോൾ അവർ ഭക്ഷണവും വെള്ളവും തേടി അന്യ ജില്ലകളാണോ അതല്ലെങ്കിൽ നാടാണോ, തമിഴ്നാടാണോ, കർണാടക ആണോ എന്ന് നോക്കാതെ തന്നെ തങ്ങൾക്ക് ആദ്യം എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലത്തേക്ക് അവർ ഇറങ്ങും. അത്തരത്തിൽ ഇറങ്ങുന്ന ആ ജന്തുക്കൾ മനുഷ്യർ അവരെ ആ ജന്തുക്കളെ കാണുമ്പോൾ പ്രതിരോധിക്കുന്ന ആ തിരക്കിൽ ചിലപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടതൊക്കെ നമ്മൾ കണ്ടു. അവിടെയും മനുഷ്യരോട് ഇത്രയ്ക്കും ക്രൂരതയായിട്ട് പെരുമാറുന്ന ഒരു മൃഗത്തെയും നമുക്ക് കാണാനാവില്ല. ഇത് അറിഞ്ഞുകൊണ്ട് അറിവില്ലാ പൈതങ്ങൾ എന്നും നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ അറിവില്ലാ പൈതങ്ങളല്ല, ഇത് കൃത്യമായിട്ടും അറിവുള്ള പൈതങ്ങൾ തന്നെ. ഭാവിയിൽ നമ്മളെയൊക്കെ ഭരിക്കേണ്ട, ഭാവിയിൽ നമ്മളെയൊക്കെ ശുശ്രൂഷിക്കേണ്ട, ഭാവിയിൽ നമ്മുടെയൊക്കെ സ്വപ്നങ്ങളായി മാറേണ്ട നമ്മുടെ ഈ കുട്ടികളെ ഈ രീതിയിൽ വിദ്യാർത്ഥി സമൂഹത്തെ അത് ഒരു വെറ്ററിനറിയോ അതല്ലെങ്കിൽ ഈ പറയുന്ന വയനാട് മാത്രം കേന്ദ്രീകരിച്ചല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആയിക്കോട്ടെ, ഇനി ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം SFI എന്ന് പറയുന്ന ഈ ബ്ലഡി ക്രിമിനലുകൾ എവിടെയൊക്കെ വാഴുന്നുണ്ടോ അവിടെയൊക്കെ എന്താണുള്ളതെന്ന് JNU എന്ന് പറയുന്ന ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി നമ്മൾ എടുത്താലും മനസ്സിലാക്കാനാവും. അവിടെ SFIയും ഉണ്ട്, ഇസ്ലാമിക ഭീകരന്മാരും ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടങ്ങളിലുള്ളിൽ എന്താണ് നടക്കുന്നത്, ഇത്തരത്തിൽ എവിടെയൊക്കെ ഈ ബ്ലഡി ക്രിമിനൽസ് ഉണ്ടോ അവിടെ നടക്കുന്നത് ഇതാവുമ്പോൾ ഇനി നമ്മുടെ കുഞ്ഞു മക്കളുടെ നമ്മളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കേണ്ട, നമ്മുടെ ഒക്കത്തിരുന്ന് വളർന്ന പിച്ച വെച്ച് നടക്കുന്നതിന് മുൻപും അതിന് ശേഷവും ഓരോ അടിയും കണ്ടുകൊണ്ടിരിക്കുന്ന രക്ഷിതാവ് എന്നുള്ള നിലയ്ക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇനിയും ഇത് ഏറ്റുവാങ്ങേണ്ടതാണോ എന്ന് ഓരോ മലയാളിയും ചിന്തിച്ചുകൊണ്ട് രംഗത്ത് വരേണ്ടതുണ്ട്. കാരണം ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇറങ്ങേണ്ടതില്ല. ഇവിടെ ആരാണ് സത്യത്തിൽ ഇറങ്ങേണ്ടത്? ഇവിടെ മലയാളി എന്ന് പറയുന്ന രക്ഷിതാക്കൾ ഒന്നടങ്കമാണ് ഈ സമരത്തിലേക്ക് ഇറങ്ങേണ്ടത്. ഇത് തിരുവനന്തപുരത്തോ വയനാടോ അല്ലെങ്കിൽ പല ജില്ലകളിലും നടക്കുന്ന പ്രതിഷേധ സമരത്തിന് രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിയല്ല കാണേണ്ടത്. കോൺഗ്രസ്സുകാരുടെ സമരം ഇവിടെ, BJPക്കാരുടെ സമരം അവിടെ, മറ്റൊട്ടനവധി സംഘടനകളുടെ സമരം അവിടെ. ഇത് സംഘടനകളുടെ സമരമായിട്ടല്ല യഥാർത്ഥത്തിൽ കാണേണ്ടത്. കാരണം ഇന്ന് ഞാൻ വീണ്ടും എടുത്തു പറയുന്നു, ഈ തൂക്കിക്കൊന്ന ഈ സിദ്ധാർത്ഥിന്റെ അമ്മയുടെ ആംഗള, അതായത് അമ്മാവനും അച്ഛനും അവരുടെ സങ്കടം കടിച്ചമർത്തിക്കൊണ്ട്
മനസ്സിലാക്കിക്കൊണ്ട് അവർ കൃത്യമായിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് മലയാളി നീ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം അവർക്ക് നഷ്ടപ്പെടാനുള്ളത് എന്തായാലും നഷ്ടപ്പെട്ടു. അതൊരു അഫ്സലോ അതല്ലെങ്കിൽ ഈ പറയുന്ന ആർഷോയോ ആരും മാപ്പ് പറഞ്ഞിട്ടോ മാറ്റം ഞങ്ങൾ വരുത്തുമെന്ന് പറഞ്ഞത് കൊണ്ട് അവർക്ക് ആ നഷ്ടം നികത്താനാവില്ല. എന്നിരുന്നാലും എന്റെ പൊന്നോമന മകൻ മരിച്ചു, എന്റെ ഭാവി വാഗ്ദാനമായിരുന്ന എന്റെ ഒക്കത്തിരുന്ന് വളർന്ന ആ കുഞ്ഞ് മരിച്ചു, ആ കുഞ്ഞിന് ഒരിറ്റു വെള്ളം കൊടുക്കാതെ SFI ബ്ലഡി ക്രിമിനലുകൾ കൊന്നു. എന്നിരുന്നാലും ഞാൻ വീട്ടിൽ തളർന്നിരിക്കാൻ പാടില്ല. കാരണം എന്റെ കുഞ്ഞിന് നീതി വാങ്ങിക്കൊടുക്കാൻ ഈ പ്രത്യേകിച്ച് ഈ കേരളത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന അവരുടെ ആ ഒരു അരക്ഷിതാവസ്ഥയുണ്ടല്ലോ, അതെങ്കിലും മലയാളി നീ തിരിച്ചറിയുക. കാരണം ആ അച്ഛന്റെയും ആ അമ്മാവിന്റെയും ആ അമ്മയ്ക്കും പിന്തുണയേകിക്കൊണ്ട് അവിടെ രാഷ്ട്രീയം വെച്ച് കലക്കാതെ ചാനലുകളിൽ വന്ന് തള്ളിമറിക്കാതെ ഓരോ മലയാളിയുമാണ് അവർക്ക് പിന്തുണ കൊടുക്കേണ്ടത്. അതും ചെയ്യാൻ പറ്റാത്ത മലയാളി നിനക്ക് ഇതെങ്കിലും ചെയ്തുകൂടെ? ഒരിക്കൽ വെള്ളം കൊടുക്കാതെ 3 ദിവസം പൂട്ടിയിട്ട് ഭക്ഷണം കൊടുക്കാതെ തല്ലിയും വെട്ടിയും കുത്തിയും കൊന്ന ആ ചെറുപ്പക്കാരനെതിരെ അപവാദം പറയാതെ ഇരുന്നു കൂടെ നിനക്ക്? ആ അമ്മയ്ക്കും അച്ഛനും ഈ പറയുന്ന അമ്മാവനടക്കമുള്ള ബന്ധുക്കളൊക്കെ ഇത് സ്ഥിരം കാണുന്നുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ എല്ലാം വായിച്ചറിയുന്ന നീ നിന്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കുക. അവരുടെ അവസ്ഥയിലേക്ക് നിന്നെ ഒന്ന് കൊണ്ടെത്തിച്ചു നോക്കൂ. നിന്റെ മകൻ ഇങ്ങനെ കൊല്ലപ്പെട്ടു, നിന്റെ മകൻ കൊല്ലപ്പെട്ടതിന് ശേഷവും നിനക്ക് സമാധാനം തരാതെ ഈ നാട്ടിലുള്ള അന്ധത ബാധിച്ച അതല്ലെങ്കിൽ ചെവി കേൾക്കാത്ത എല്ലാ രീതിയിലും അടിമകളായി മാറിയിട്ടുള്ള ഈ മലയാളി നിന്റെ ആ മരിച്ച മകനെതിരെ പ്രതിരോധം തീർക്കുമ്പോൾ, രാഷ്ട്രീയത്തിന്റെ പേരിൽ പ്രതിരോധം തീർക്കുമ്പോൾ, മതത്തിന്റെ പേരിൽ പ്രതിരോധം തീർക്കുമ്പോൾ നിന്റെ അവസ്ഥ എന്താവും എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ നിന്റെ വീട്ടിലും നാളെ ഇത് സംഭവിക്കും എന്നുള്ളത് മലയാളി നീ അടക്കിട്ടുറപ്പിച്ച് എഴുതി വെച്ചു എന്ന് മാത്രമേ ഇനി പറയാനുള്ളൂ. ടീച്ചർ, എന്താണ് ഈ കൺക്ലൂഷന് മുൻപ് എന്താണ് ഇനി കൂട്ടിച്ചേർക്കാനുള്ളത്? അതായത് ഇത് ഈ പയ്യന്റെ കൂടെ തലേ ദിവസം വരെ ഇരുന്ന് ഭക്ഷണം കഴിച്ച സഹപാഠികൾ, ആ അമ്മ പറയുന്നുണ്ട്, എത്രയോ ദിവസങ്ങളിൽ ഇവിടെ വന്നിരുന്ന് എന്റെ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിച്ച, ഞാൻ എന്റെ മകനെ കാണാൻ പോകുമ്പോഴൊക്കെ ഭക്ഷണം കൊണ്ടുപോകുന്നു, അതിന്റെ പങ്ക് പറ്റി കഴിച്ചവരാണ് എന്റെ മകന്റെ ജീവൻ എടുത്തത്. നമുക്കറിയാം, നമ്മളൊക്കെ പഠിച്ചു വന്ന കാലഘട്ടമല്ല ഇത്. നമ്മളൊക്കെ ഒരുപാട് ദാരിദ്ര്യത്തിലും പ്രയാസത്തിലും ഒരു പക്ഷേ സമർത്ഥമായി പഠിക്കാൻ കഴിവുണ്ടെങ്കിൽ പോലും നമ്മുടെ സാമ്പത്തിക ശേഷി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പഠിക്കാൻ പറ്റിയിട്ടുണ്ടാകില്ല. ഇന്നത്തെ കലാലയങ്ങളിലെ മിക്ക കുട്ടികളുടെയും മാതാപിതാക്കൾ സാധാരണക്കാരാണ്. അപ്പൊ അവർക്ക് നമുക്കുണ്ടായ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു അവസ്ഥ, ഒരു തൊഴിലില്ലാത്ത ഒരവസ്ഥ, സമൂഹത്തിൽ നിന്നും അപരവൽക്കരിക്കപ്പെടുന്ന ഒരവസ്ഥ നമ്മുടെ മക്കൾക്ക് ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ടാണ് അവര് ചോദിക്കുന്ന ഫീസ് കൊടുത്ത് ഓരോരോ മേഖലകളിൽ മക്കളെ എത്തിക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്നത്. പ്രവാസ ലോകം കിടുങ്ങിപ്പോയ മനുഷ്യന്റെ കരച്ചിൽ കേട്ടിട്ട് ഞാൻ ഇന്നും ഈ പ്രായത്തിലും ഈ ഗൾഫിൽ നിന്ന് അധ്വാനിക്കുന്നത് എന്റെ മകനെ ഒരു ഭാവിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ്. ഒന്നിന്റെ കൂടെ ഒന്നും കൂടെ ഇല്ല. ഈ പയ്യനെ കഷ്ടപ്പെട്ട് ഇത്ര പ്രായം വരെ വളർത്തി പഠിപ്പിച്ച് പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുന്ന മാതാപിതാക്കളുടെ മുമ്പിലേക്ക് ഒരു പയ്യൻ സാധാരണ രൂപത്തിൽ മരിച്ചതാണോ? അല്ല, അടിച്ചു കൊല്ലുവാണ് മാരകമായ രൂപത്തിൽ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിക്കുന്നു, ഇന്ന മുറിവുകൾ. എങ്ങനെയാണ് ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റുന്നത്? ഇപ്പോ LLBക്ക് പഠിപ്പിക്കുന്നവരാണെങ്കിൽ ശരി, എന്റെ മോനൊരു വക്കീലായി വരും. ഇപ്പോ പൂക്കോട് കലാലയത്തിൽ വിട്ടു, എന്റെ മോനൊരു മൃഗഡോക്ടറായി മുന്നോട്ട് വരും. നഴ്സിംഗിന് വിട്ടു, എന്റെ മകൻ. അപ്പോ അങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മാതാപിതാക്കളുടെ മുമ്പിലേക്ക് ഈ മക്കളെ ഇങ്ങനെ പീസാക്കിയാണ് എത്തിക്കുന്നതെങ്കിൽ അഭിമന്യുവിന്റെ അമ്മ കരഞ്ഞതുപോലെ, ഞാൻ പെറ്റ മകനെ എന്ന് പറഞ്ഞ് കരഞ്ഞതുപോലെ ഇനി ആയിരക്കണക്കിന് അമ്മമാർ കരയേണ്ടി വരരുതെങ്കിൽ ഇന്ന് ഇത് നമ്മുടെ പ്രശ്നമായിട്ട് ഓരോ മാതാപിതാക്കളും എടുക്കണം. ഇപ്പൊ ഞാനോ ബൈജു അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചാനലുകളിലോ ഇരുന്ന് ആരെങ്കിലും സംസാരിച്ചത് കൊണ്ടോ പ്രതിഷേധിച്ചത് കൊണ്ടോ നമ്മുടെ അമർഷം നമ്മൾ രേഖപ്പെടുത്തിയത് കൊണ്ടോ കാര്യമില്ല. ഇതുപോലെയുള്ള അക്രമ രാഷ്ട്രീയം കലാലയങ്ങളിൽ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. പ്രത്യേകിച്ച് റാഗിംഗ് ഒക്കെ നിർത്തലാക്കിയിട്ട് കൊല്ലങ്ങൾ കഴിഞ്ഞില്ലേ, ഇനിയും അത് തുടർന്നു പോകുന്നത് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ പിടിപ്പുകേടാണ്. ഇങ്ങനെ ഇനി എത്രയെത്ര കൊലകൾ. ഇതിപ്പോ ആലോചിച്ച് നോക്ക്, മീഡിയയുടെ പവർ കൊണ്ട് മാത്രമാണ് ഇതെല്ലാ കാര്യങ്ങളും നമ്മൾ അറിയുന്നത്. എന്നിട്ട് പോലും തുടക്കത്തിൽ തന്നെ പറഞ്ഞു, സിദ്ധാർത്ഥിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും വസ്തുതകൾ നമ്മൾ ആരെങ്കിലും പറഞ്ഞു പോയാൽ നമുക്കെതിരെ കേസ് വരുമെന്നാണ് പറഞ്ഞത്. കാരണം ഇതിന്റെ പിന്നിൽ അതുപോലെ തന്നെയാണ് പൂഞ്ഞാറ് വിഷയത്തിലും പറഞ്ഞത്, നമുക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തുമെന്നാണ് പറഞ്ഞത്. കാരണം പ്രതിഭാഗമാരാ, രണ്ടിലെയും പ്രതിഭാഗം ഇവരാണ്. അതുകൊണ്ട് ഇവരെന്ത് പറയുന്നു, ഇവരെന്ത് ചെയ്യുന്നു, അത് കണ്ണടച്ച് കാണുക. എന്നിട്ട്
ഈ സിദ്ധാർത്ഥന്റെ കൊലപാതകം കഴിഞ്ഞു, ഇന്ന് വീണ്ടും അടുത്ത പയ്യന്റെ പള്ളക്ക് കത്തികേറ്റിയിരിക്കുന്നു. മാതൃകാപരമായി ഇവരെ ശിക്ഷിക്കാൻ നമ്മുടെ നാട്ടിൽ വകുപ്പുകളില്ല, നീതിന്യായ വ്യവസ്ഥ പോലും ഇവരെ കണ്ട് ഭയന്ന് പിന്മാറി നിൽക്കുന്നു. ഇവർക്ക് വേണ്ടി വാദിക്കുന്ന വക്കീലന്മാർ എന്താ പറയാ, ഇവര് പ്രായമാണ്, ചോര തിളപ്പ് കൊണ്ട് ചെയ്തതാണ്, ഇവർക്കിനിയും വലിയ ഒരു ഭാവിയുണ്ട്, അതേ ഭാവി സിദ്ധാർത്ഥിനും ഉണ്ടായിരുന്നു എന്ന് ഇനി മുന്നോട്ട് പറയാൻ സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കൾ മാത്രമേ കാണുള്ളൂ. ബൈജു, നമ്മുടെ നാടിന്റെ രീതി അതാ. ഇത് കെട്ടടങ്ങും. ഇനിയിപ്പോ ഇവർ അടുത്ത ഒരു വിഷയം കൊണ്ടുവരുമ്പോൾ സിദ്ധാർത്ഥന്റെ വിഷയം ഒരാളും ചർച്ചയ്ക്കെടുക്കില്ല. അതിനുവേണ്ടി ഈ മാതാപിതാക്കൾ നീതി കിട്ടും വരെ സിദ്ധാർത്ഥനെ മകനായി കണ്ട് ആയിരക്കണക്കിന് മാതാപിതാക്കൾ പൊതുരംഗത്തിറങ്ങി ധർണ നടത്തിയിട്ടില്ലെങ്കിൽ, പ്രതിഷേധ യോഗങ്ങൾക്ക് അവർ പ്രതിനിധികളായിട്ടില്ലെങ്കിൽ, ഇനിയും ഇതുപോലെ പല സിദ്ധാർത്ഥന്റെ വിഷയത്തിലും നമുക്കിങ്ങനെ ഒരുമിച്ചിരുന്ന് ദുഃഖിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്തായാലും മാധ്യമങ്ങൾ പറയാൻ ഭയക്കുന്ന, അതല്ലെങ്കിൽ ചർച്ചിക്കാൻ ഭയക്കുന്ന, ആ ഒരു ഭാഷയിൽ തന്നെ പറയുക, ചർച്ചയിലൊക്കെ സിലക്റ്റീവ് വിഷയങ്ങൾ, സെലക്ട് ചെയ്ത വിഷയങ്ങൾ മാത്രം ചർച്ചിക്കുന്ന ഈ ആനുകാലിക യുഗത്തിൽ ചൊറിയാതെ വയ്യ എന്ന ഈ പരിപാടിയിലേക്ക് മാന്യ പ്രേക്ഷകരുടെ, നിങ്ങളുടെ ആ ഒരു കൂട്ടായ്മ കൂടി വരേണ്ടതുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റുകളിൽ കൃത്യമായിട്ട് നമ്മൾ ഓരോ വിഷയത്തും ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ, നിങ്ങളുടെ മനസ്സിലുള്ള ആശയങ്ങൾ അത് കൃത്യമായിട്ട് കമന്റായി രേഖപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഉച്ചയ്ക്ക് മുൻപായിട്ടൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാറുണ്ട്. അതിനടിയിൽ നിങ്ങൾ അതാത് ദിവസത്തെ ഇതുപോലെ ചൊറിയാതെ വയ്യയിൽ ഉൾപ്പെടുത്തേണ്ട വിഷയങ്ങൾ നിങ്ങൾ കൊണ്ടുവരിക, നിങ്ങളുടെ സജഷൻ അറിയിക്കുക. കാരണം പ്രേക്ഷകരുടെ ഒരു പങ്കാളിത്തത്തോടു കൂടിയാണ് നമ്മുടെ ഈ ചൊറിയാതെ വയ്യ എന്ന് പറയുന്ന ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചൊറിയാതെ വയ്യ തൽക്കാലം നമ്മൾക്ക് ഇവിടെ കൺക്ലൂഡ് ചെയ്യാമെന്ന് കരുതുന്നു. നാളത്തെ വീണ്ടും 8 to 9 വരെയുള്ള സമയത്തെ ചൊറിയാതെ വയ്യയിലേക്ക് മാന്യ പ്രേക്ഷകരുടെ പ്രതികരണം ഈ വീഡിയോയുടെ കമന്റിലും രേഖപ്പെടുത്താം നിങ്ങൾക്ക്. ഇനി എന്താണ് നമ്മൾ ചൊറിയാതെ വയ്യയിൽ കൊണ്ടുവരേണ്ട വിഷയങ്ങൾ എന്നുള്ളതൊക്കെ. കാരണം നിങ്ങളിടുന്ന ഓരോ കമന്റുകളും നമ്മൾ നോട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഇസ്ലാമിക ജിഹാദികൾ ഇടുന്ന കമന്റ് ആയാലും, കമ്മ്യൂണിസ്റ്റ് നരഭോജി വർഗം ഇടുന്ന ന്യായീകരണ കമന്റുകളാണെങ്കിലും, ഇനി ഏതൊക്കെ രീതിയിലുള്ള രാഷ്ട്രീയ അതല്ലെങ്കിൽ സാമൂഹിക വ്യക്തിത്വങ്ങൾ ഇടുന്ന കമന്റുകളാണെങ്കിലും നമ്മളത് ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആശയങ്ങൾ രണ്ട് രീതിയിൽ പ്രകടിപ്പിക്കുക. അപ്പോൾ വീണ്ടും നാളെ ചൊറിയാതെ വയ്യയിൽ 8 മണിക്ക് കാണുന്നത് വരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ശുഭദിനം, ശുഭരാത്രി.